ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോണ്ടയുടെ ആക്റ്റീവ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം അപ്ഡേറ്റ്സ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും വാഹനം ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അധികം കാത്തു നിൽക്കേണ്ടി വരില്ല ഈ ഒരു വാഹനം ഇറങ്ങാനായിട്ട്. നവംബർ 27 ഈ ഒരു വാഹനം ലോഞ്ച് ആവുമെന്നാണ് ഹോണ്ടയുടെ ഇന്ത്യയിലെ CEO വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടീസറും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. ആക്റ്റീവ 110cc അതേ പെർഫോമൻസ് ഇതിനും നൽകാനാവും എന്നാണ് ഹോണ്ടയുടെ ഒരു വാഗ്ദാനം എന്നത്. ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കിലോമീറ്റർ വരെ വാഹനത്തിൽ റേഞ്ച് നൽകാൻ സാധിക്കുന്നതാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മോട്ടോർ പവർ കറക്റ്റായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും 110cc പെട്രോൾ സ്കൂട്ടറിൻ്റേത് സമാനമായിട്ട് ഉണ്ടാവുമെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ സമീപത്തെ ചാർജിംഗ് സ്റ്റേഷനുകൾ ക്ലസ്റ്റർ ഡിസ്പ്ലേയിൽ കാണുന്ന OTA അപ്ഡേറ്റ്സും വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മൊബൈൽ കണക്ടിവിറ്റി, വൈഫൈ, ബ്ലൂടൂത്ത് എന്നീ ഫീച്ചേഴ്സും വാഹനത്തിൽ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലിസ്കോപ്പിക്കും റിയർ മോണോഷോക്ക് സസ്പെൻഷനുമാണ് വരുന്നത്. ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയർ ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. വാഹനത്തിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് എന്നത് ഒരു ആവറേജ് ഉണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതലായിട്ട് ഇത് വ്യക്തമായിട്ടില്ല. വാഹനത്തിൻ്റെ ഒരു ബാറ്ററി ഊരി മാറ്റാൻ സാധിക്കുന്ന സ്വാപ്പബിൾ ബാറ്ററി ആയിട്ടാണ് വരുന്നത്. വാഹനം ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകളും ഹോണ്ട കൊണ്ടുവരുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും വാഹനങ്ങൾ കൂടുതലായിട്ട് നിർമ്മിക്കുന്നതിനായിട്ട് കർണാടകയിലെ നാഗ്പൂരിൽ ഹോണ്ടയുടെ ഫാക്ടറിയും സ്ഥാപിച്ചിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം 10 ലക്ഷം യൂണിറ്റ് ഈ ഒരു ഫാക്ടറി ഉൽപ്പാദിപ്പിക്കാനാണ് ഹോണ്ട ലക്ഷ്യമെടുത്തത്. വാഹനത്തിൻ്റെ വിലയെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. 1.5 ലക്ഷം എക്സ്പെക്റ്റഡ് എക്സ് ഷോറൂം പ്രൈസാണ് വാഹനത്തിന് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു ഹോണ്ട ആക്റ്റീവ ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡഡ് EVകളായിട്ടുള്ള TVS, ബജാജ്, ഹീറോ എന്നീ കമ്പനികൾക്കൊക്കെ വലിയൊരു ഭീഷണിയാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിപണി കീഴടക്കാൻ സാധിച്ച ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടർ വിജയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പുതിയൊരു അപ്ഡേറ്റിന് വേണ്ടി വീണ്ടും കാണാം ഫ്രണ്ട്സ്.